ഭൂകമ്പം കനത്ത നാശം വിതച്ച മ്യാൻമാറിൽ രക്ഷാദൗത്യം തുടരുകയാണ്. മരണം 1000 കവിഞ്ഞു. 1002 പേരുടെ മരണം സ്ഥിരീകരിച്ചുവെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. 2000-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിരവധി പേർ ഇപ്പോഴും കെട്ടിടത്തിനടിയിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നാണ് സൂചന. മ്യാൻമറിലെ സാഗയിങ്ങിന്റെ വടക്കു പടിഞ്ഞാറായി ഇന്നലെ ഉച്ചയ്ക്ക് 12:50 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത്. 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായിട്ടുള്ളത്. മിനിറ്റുകൾക്ക് ശേഷം 6.7 തീവ്രത രേഖപ്പെടുത്തിയ തുടർചലനവും അനുഭവപ്പെട്ടു. മറ്റ് തുടർ ചെറിയ ചലനങ്ങളുടെ നീണ്ട നിരയായിരുന്നു പിന്നീട്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തും ചൈനയുടെ കിഴക്കൻ ഭാഗത്തും കംബോഡിയ, ലാവോസ് എന്നിവിടങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. മ്യാൻമറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പൂർണ്ണമായ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ്. ബാങ്കോക്കിലെ ചാറ്റ്ചക് മാർക്കറ്റിന് സമീപത്ത് നിർമ്മാണത്തിലിരുന്ന ഒരു ബഹുനില കെട്ടിടം തകർന്ന് 100ഓളം തൊഴിലാളികൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന റിപ്പോർട്ടുകളും ഉണ്ട്. 30 നില കെട്ടിടമാണ് ഒറ്റയടിക്ക് നിലം പതിച്ചത്. ഈ ദൃശ്യങ്ങളെല്ലാം ഭയാനകമാണ്. ഈ ദൃശ്യങ്ങൾ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട്. ഭൂകമ്പത്തിൽ വിറങ്ങലിച്ച മ്യാൻമറിന് സഹായവുമായി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്തും എത്തിക്കഴിഞ്ഞു. മ്യാൻമറിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചത്. ടെന്റ്, സ്ലീപ്പിംഗ് ബാഗ്, ബ്ലാങ്കറ്റ്, ഭക്ഷണം, വാട്ടർ പ്യൂരിഫയർ, സോളാർ ലാമ്പ്, ജനറേറ്റർ അടക്കം ഏകദേശം 15 ടൺ ദുരിതാശ്വാസ വസ്തുക്കളുമായി മ്യാൻമറിലേക്ക് സൈനിക വിമാനം പുറപ്പെട്ടു കഴിഞ്ഞു. ഹിൻഡൻ വ്യോമസേന സ്റ്റേഷനിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ C-130J വിമാനത്തിലാണ് അവശ്യ വസ്തുക്കളുമായി വിമാനം പുറപ്പെട്ടത്.